മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊച്ചിയിൽ സിനിമാ ചിത്രീകരണത്തിനിടെ കാർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ കേസെടുത്ത് പോലീസ്. അപകടത്തിൽ നടന്മാരായ അർജുൻ അശോകൻ, സംഗീത് പ്രതാപ് എന്നിവർക്ക് ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, പുലർച്ചെ 1:30യോടെയാണ് ഈ അപകടം നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. MG റോഡിലാണ് അപകടം നടന്നിരിക്കുന്നത്. ഈ നടന്മാർക്ക് ഏറ്റിരിക്കുന്ന പരിക്ക് അത് ഏത് രീതിയിലുള്ളതാണ്? അവരുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആദ്യം, തുടർന്ന് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൂടി. ലക്ഷ്മി, ഇന്ന് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 1:30 പുലർച്ചെ 1:30 MG റോഡിലായിരുന്നു ഇത് സംബന്ധിച്ചുള്ള അപകടം നടന്നത്. ഇന്നലെ ബ്രോമൻസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുൻ അശോകും സംഗീത് പ്രതാപും ഈ കാറിലായിരുന്നു അവർ ഷൂട്ടിങ്ങിനിടയിൽ സഞ്ചരിച്ചത്. ഈ കാർ ഓടിച്ചിരുന്നത് ഈ ചിത്രത്തിൻ്റെ തന്നെ സ്റ്റണ്ട് മാസ്റ്ററായിരുന്നു. പക്ഷേ കാറിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് MG റോഡിൽ വെച്ച് കാറ് തലകീഴായി മറിയുകയായിരുന്നു. ഈ കാണുന്നത് പോലെ തന്നെ ഈ കാറ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ഭയക്കേണ്ട രീതിയിൽ തന്നെയാണ് കാറ് കിടക്കുന്നത്. അതിൻ്റെ പിൻവശമാണ് ഈ കാണുന്നത്. പൂർണ്ണമായും തകർന്ന് ഈ ചില്ലെല്ലാം തകർന്ന് കാറിൻ്റെ മുകൾ ഭാഗം താഴേക്ക് അമർന്നിരിക്കുന്ന രീതിയിലാണ് കാറുള്ളത്. പക്ഷേ നടന്മാർക്ക്, ഈ സംഗീതനാണെങ്കിലും അർജുനാണെങ്കിലും കാര്യമായ പരിക്കുകളില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ കാറ് വന്ന് മുട്ടി അവിടെ ഒരു ഡെലിവറി ബോയ് ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട്. അമിത വേഗത്തിന് കാർ ഓടിച്ചതിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ഷൂട്ടിങ്ങിന് കൃത്യമായ അനുമതി അവർക്കുണ്ടായിരുന്നു. രാത്രി ഇത്തരത്തിൽ ഷൂട്ടിംഗ് നടക്കാറുമുണ്ട്. MG റോഡിലാണ് സാധാരണ ഇത്തരത്തിലുള്ള ഷൂട്ടിങ്ങുകളൊക്കെ രാത്രി നടക്കുന്നത്. പ്രത്യേകിച്ചും ചേസിംഗ് രംഗങ്ങളെല്ലാം MG റോഡ്, ചാത്യാത്ത് ഭാഗത്തൊക്കെ നടക്കാറുണ്ട്. ഈ അപകടം ചില ഘട്ടങ്ങളിൽ സംഭവിക്കാറുമുണ്ട്. പക്ഷേ ഇത്ര കാര്യമായ ഒരു അപകടം ഈ അടുത്തെങ്ങും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കാറ് ഈ കാണുന്നത് പോലെ തന്നെ പൂർണ്ണമായും ഇതിൻ്റെ മുകൾ ഭാഗം താഴേക്ക് അമർന്നിരിക്കുന്ന രീതിയിലാണ് ഇതുള്ളത്. ഈ കാറ് ടിയാഗോ ആണ്, ടാറ്റയുടെ ടിയാഗോ കാറാണ്. ഈ കാറ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ നടന്മാർക്ക് ഭാഗ്യം കൊണ്ടാണ് ഇവർക്ക് 2 പേർക്കും കാര്യമായ പരിക്കുകളില്ല. ഇതിലുണ്ടായിരുന്ന സ്റ്റണ്ട് മാസ്റ്റർക്കും ചെറിയൊരു പരിക്കാണുള്ളത്. ഈ കാറ് വന്ന് തട്ടിയ ഡെലിവറി ബോയ്ക്ക്, അദ്ദേഹം ബൈക്കിലായിരുന്നു ഉണ്ടായിരുന്നത്, ആ ഡെലിവറി ബോയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ആ ഡെലിവറി ബോയുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും മറ്റ് വകുപ്പുകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തണമോ എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് ഒരു തീരുമാനമെടുക്കുക. ഇന്ന് അല്പനേരത്തിനുള്ളിൽ തന്നെ പോലീസ് സ്വകാര്യ ആശുപത്രിയിലെത്തി ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.